ചില സ്ഥലങ്ങളെ നമുക്ക് ഏതാനും വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ലളിതമായോ വിശദീകരിക്കാനാവില്ല. സ്കോട്ട്ലൻഡ് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ശ്രമിക്കാം. ഈ ടൂറിസ്റ്റൊക്കെ പറയുന്നത് പോലെ കള്ള്, ടാർട്ടൻ, കട്ടിയുള്ള ഇംഗ്ലീഷ് ഉച്ചാരണം, ഈ 3 വാക്കിൽ അവർ ഈ നാടിനെ ഒതുക്കും. പക്ഷെ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഈ നാട്ടിൽ ജീവിച്ച വ്യക്തിയാണ്. ഞാൻ ഇതുവരെ ടാർട്ടൻ ധരിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല. ഒരുപക്ഷെ എൻ്റെ ഇംഗ്ലീഷ് ഉച്ചാരണം അല്പം കട്ടിയുള്ളതാവാം. പക്ഷേ ഈ നാട്ടിൽ എക്കാലവും നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അതെ, ഭയം. നാട്ടിൻപുറത്തെ ഭയം. ഈ കുന്നുകൾ, പാറക്കെട്ടുകൾ, കടലിൽ നിന്നും വീശുന്ന അതിശക്തമായ കാറ്റുമൊക്കെ തരുന്ന ഭയം. നമുക്ക് മുന്നിലുള്ള ഈ ലോകം എത്രത്തോളം അപകടകരമാണെന്ന് അറിവ് തരുന്ന ഭയം. ഭയം ഞങ്ങളെ ടൗണിലും പിടികൂടി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈസ്റ്റ് കോസ്റ്റിലെ ഏതെങ്കിലും ഒരു ഭീകര ഗുണ്ടാ സംഘം കുത്തി അപായപ്പെടുത്തുമോ എന്ന ഭയം. പക്ഷെ ഇവിടെ ജനിച്ചു വളർന്ന അനുഭവത്തിൽ ഞാൻ പറയാം, നാട്ടിൻപുറത്തെ ഭയമാണ് എന്നും നിലനിൽക്കുന്നത്. ദുർമന്ത്രവാദത്തിൻ്റെയും പിശാചുക്കളുടെയും ഒരു പഴയ ലോകം. വീട്ടിലിരുന്ന് ഇതൊക്കെ കേട്ടുചിരിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇവിടെ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഈ പഴങ്കഥകളൊക്കെ വിശ്വസിച്ചു തുടങ്ങാം. ഞാൻ വളർന്നത് ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു. കുന്നിൻ ചെരുവിൽ ഒഴിഞ്ഞു മാറി നിന്നിരുന്ന ഒരു വീട്ടിൽ. അവിടേക്കെത്താൻ ആരും സഞ്ചരിക്കാത്ത ഏറ്റവും ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു വഴിയിലൂടെ വേണമായിരുന്നു പോവാൻ. ശേഷം ആ വഴിയിൽ നിന്നും തിരിഞ്ഞു കയറുന്നത് ഒരു വൃത്തികെട്ട കാട്ടുവഴിയിലോട്ടും. ഒരു കണക്കിന് നോക്കിയാൽ അത് വളരാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം തന്നെയായിരുന്നു. അവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് സ്ഥിരം സിറ്റി പ്രോബ്ലംസിനെ കുറിച്ച് ഒരു ടെൻഷനും അടിക്കേണ്ടതില്ലായിരുന്നു. മൃഗങ്ങളെ വളർത്താൻ ഒരുപാട് സ്ഥലം, ഓടിക്കളിച്ച് നടക്കാൻ നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാലമായ പച്ച പുല്ല് വിരിച്ച മൈതാനങ്ങൾ. എന്തായാലും ഇവിടെ ജീവിക്കുന്നതിൽ കുറച്ച് മോശം വശം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എന്നും സ്കൂളിൽ പോയി വരാനുള്ള ദൂരം, വളരെ മോശം ഇൻ്റർനെറ്റ് കണക്ഷൻ, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള പവർ കട്ട്. ആ സമയങ്ങളിൽ ഞങ്ങൾ ബോർഡ് ഗെയിംസ് കളിച്ചിരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ വീടിനെപ്പറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ വീടിരിക്കുന്ന പ്രദേശമായിരുന്നു. ഒരു കുത്തനെയുള്ള കുന്നിൻ ചെരുവിന് താഴെ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ കുന്നും മലയുമൊക്കെ കയറാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ അവർ എന്നെയും അവരുടെ കൂടെ വലിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ പിന്നീട് എനിക്ക് അതിന് ഒരു ത്രില്ല് കിട്ടി തുടങ്ങി. നല്ല നല്ല ട്രെക്കിങ്ങിന് ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഇത്രമാത്രമായിരുന്നു. ഞങ്ങളുടെ വീടിന് പിന്നിലുള്ള കുന്നിൻ്റെ മേലേക്കുള്ള വഴിയെ നടക്കുക. ആ വഴി കുറച്ച് നടന്നാൽ പെട്ടെന്ന് തന്നെ മരങ്ങളൊക്കെ മാറി നല്ല മനോഹരമായ പച്ച പരവതാനി വിരിച്ചതുപോലുള്ള ഭൂപ്രകൃതിയുടെ കാഴ്ച കാണാം. അവിടെ ഒരു കുന്ന് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. കുറേ ഒന്നിലധികം കുന്നുകൾ ഒന്ന് മറ്റൊന്നിനോട് ലയിച്ച് കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടു കിടന്നിരുന്നു. ആ കുന്നിൻ്റെയൊക്കെ മുകളിലൂടെ പച്ചപ്പുല്ലിനും പൂക്കൾക്കും ശലഭങ്ങൾക്കും ഒക്കെ ഇടയിലൂടെയുള്ള നടത്തം. പുലർച്ചെയാണെങ്കിൽ പുല്ലുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ, അതിലേക്ക് സ്വർണ്ണ നിറത്തിലുള്ള സൂര്യരശ്മികൾ വന്ന് വീഴുമ്പോഴുള്ള ആ വർണ്ണിക്കാനാവാത്ത കാഴ്ച. മോനെ, നിങ്ങൾക്ക് നടക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കതൊരു സ്വർഗമായിരിക്കും. ചെറുപ്പത്തിൽ അമ്മയും അച്ഛനും എന്നെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. കാരണം ഒരു കൊച്ചു പയ്യന് ഒറ്റയ്ക്ക് ഓടിക്കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നില്ല അത്. പക്ഷേ പിന്നീട് ഞാൻ വളർന്നപ്പോൾ എനിക്ക് അവിടേക്ക് തനിച്ചു പോകാനുള്ള അനുവാദം വീട്ടിൽ നിന്നും കിട്ടി. പക്ഷേ ലക്ഷ്യസ്ഥാനത്തു നിന്നും മാറി ദൂരേക്കൊന്നും പോവല്ലേ എന്ന് എന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച ശേഷം മാത്രം. പിള്ളേരവരുടെ മാതാപിതാക്കളെ അല്ലേലും അനുസരിക്കാറില്ലല്ലോ, അല്ലേ? അങ്ങനെ ഞാൻ വളരും തോറും അവർ ഞാനെന്ന പട്ടത്തിൻ്റെ നൂൽ അഴിച്ചു വിട്ടു. എനിക്ക് സ്വയം എന്നെ തന്നെ നോക്കാൻ ശേഷിയുണ്ടെന്ന് അവർ വിശ്വസിച്ചു. മാത്രമല്ല, എനിക്കിപ്പോൾ ഈ കുന്നിൻ്റെ മേൽ പോയി നല്ല എക്സ്പീരിയൻസുമുണ്ട്. ഞാൻ നടത്തത്തിൻ്റെ ആ സുഖം അറിഞ്ഞു തുടങ്ങി. വിശാലമായി കിടക്കുന്ന ഈ ഭൂപ്രകൃതിയിലൂടെ തനിച്ച് നടക്കുമ്പോൾ കിട്ടുന്ന ആ ഫീലിങ്. ഞാനിപ്പോൾ നടക്കുന്ന ഈ പാതയിലൂടെ പല തലമുറകൾ കടന്നു പോയതാണ് എന്ന അറിവ് നൽകുന്ന എക്സൈറ്റ്മെൻറ്റ്. ഇതിനെയൊക്കെ നടത്തത്തിൻ്റെ മഹത്വമെന്ന് വിശേഷിപ്പിക്കാനേ എനിക്കറിയൂ. പക്ഷേ ഞാനിപ്പോൾ വന്നത് ഇതൊന്നും പറയാനല്ല. എനിക്ക് മുകളിൽ വെച്ചുണ്ടായ മോശം അനുഭവങ്ങളെക്കുറിച്ച് പറയാനാണ്. ഈ മനോഹരമായ ഭൂപ്രകൃതിയോടൊപ്പം തന്നെ സ്കോട്ട്ലൻഡിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ നമ്മുടെയൊക്കെ ജീവിതം പോലെ പ്രവചനാതീതമാണ് അത്. ഒരിക്കൽ എനിക്ക് 9 വയസ്സുള്ളപ്പോൾ വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ട് ബോറടിച്ച് ഞാൻ
ഒന്ന് നടക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ 3 നായ്ക്കളിൽ ഒന്നായ പെന്നിയെയും കൊണ്ട് ഞാൻ കുന്നിൻ ചെരുവിലേക്ക് നടന്നു. എൻ്റെ ലക്ഷ്യം മുകളിലുള്ള ഒരു കൂട്ടം കല്ലുകളാണ്. ഞാനതിനെ സ്റ്റോൺ ഹെഡ്ജ് എന്നാണ് വിളിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അതൊരു പഴയ കല്ലറ പൊട്ടിപ്പൊളിഞ്ഞ് അതിൻ്റെ കല്ലുകളുടെ അവശിഷ്ടങ്ങൾ അവിടെയായി ചിതറിക്കിടക്കുന്നതാണ്. അവിടേക്കുള്ള വഴി അല്പം മോശമായിരുന്നു, പക്ഷെ സുരക്ഷിത മേഖലയിൽ നിന്നും ഒരുപാട് അകലെയുമല്ലായിരുന്നു. അവിടേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനവിടെ പോയി കഴിഞ്ഞാൽ ഞാനൊരു പ്രാചീന കാലത്തെ മനുഷ്യനാണെന്ന് സ്വയം ചിന്തിച്ച് കളിക്കും, അല്ലെങ്കിൽ കല്ലറുകളൊക്കെ തുറന്ന് കളിക്കുമായിരുന്നു. എനിക്ക് വ്യക്തമായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ ഞാൻ എങ്ങനെയാണ് അവിടെ പെട്ടുപോയതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ഭാവനയിൽ മുഴുകി അവിടെ കളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ സമയം കൊണ്ട് കാലാവസ്ഥയുടെ ഗതി മാറി. അവിടെ ആകെ മൂടൽമഞ്ഞ് പരന്നു. ഇത് കണ്ട ഞാൻ വഴിയിലേക്ക് ഒന്ന് നോക്കി. വഴി കാണാൻ സാധിക്കുന്നുണ്ട് എന്ന ഉറപ്പിൽ ഞാൻ കാലാവസ്ഥ കാര്യമാക്കാതെ വീണ്ടും എൻ്റെ കളി തുടർന്നു. പിന്നീട് ഞാൻ കേൾക്കുന്നത് പെനിയുടെ കുരയാണ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് പെനി എൻ്റെ അടുത്തേക്ക് തൻ്റെ പല്ലുകൾ പുറത്ത് കാട്ടിക്കൊണ്ട് അതിവേഗം ഓടി വരുന്നതാണ്. ഒരു നായ നിങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ എന്ന വിധത്തിൽ കുരച്ചുകൊണ്ട് ഓടി വരുന്നത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ? പ്രത്യേകിച്ച് നിങ്ങളൊരു കൊച്ചുകുട്ടിയാണെങ്കിൽ. ഓടനോ വേണ്ടയോ എന്ന കാര്യത്തിൽ മരവിച്ച് നിന്ന എൻ്റെ മേലേക്ക് പെനി അപ്പോഴേക്കും ചാടി വീണ് എന്നെ മറിച്ചിട്ടു. ഞാൻ ചെന്ന് വീണത് 2 വലിയ കല്ലുകൾക്കിടയിലുള്ള വിടവിലേക്കായിരുന്നു. ഭാഗ്യം കൊണ്ട് എൻ്റെ തല കല്ലിലിടിച്ച് 2ആയി പിളർന്നില്ല. പക്ഷെ ആ വീഴ്ച എന്നിലെ ഭയം കൂട്ടി. എൻ്റെ നായ എനിക്ക് നേരെ തിരിഞ്ഞു. അതിൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്നെ കടിച്ചു കീറും എന്ന് ഉറപ്പിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് വീണെടുത്ത് ചുരുണ്ടുകൂടി കിടന്നു. അവൾ എൻ്റെ മുകളിൽ വന്നു വീണു. അവളുടെ പല്ലുകൾ എൻ്റെ കഴുത്തിൽ നിന്നും ഇഞ്ചുകൾ മാത്രം വ്യത്യാസത്തിൽ. പക്ഷെ താഴേക്ക് എന്നെ ആഞ്ഞ് കടിക്കുന്നതിന് പകരം അവൾ മുരണ്ടുകൊണ്ട് നിന്നു. എന്നാൽ ആ മുരൾച്ച എനിക്ക് പകരം മറ്റെന്തിനെയോ നോക്കിക്കൊണ്ടായിരുന്നു. അവൾ വീണ്ടും കുരച്ച ശേഷം അവൾ എൻ്റെ മുകളിൽ നിന്നും എനിക്ക് കാണാൻ സാധിക്കാത്ത മറ്റെന്തിനെയോ നോക്കി അതീവ കോപിഷ്ഠയായി നീങ്ങി. എനിക്കറിയില്ല ഞാൻ എത്ര നേരം അവിടെ അനങ്ങാതെ കിടന്നെന്ന്. പക്ഷേ എനിക്ക് അതൊരു യുഗം പോലെ തോന്നി. അവസാനം അവൾ തൻ്റെ അക്രമാസക്തമായ ഭാവമെല്ലാം മാറ്റി ശാന്തമായി എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു വന്ന് സ്നേഹത്തോടെ എൻ്റെ മുഖം മുഴുവൻ നക്കി. ശേഷം ഞാൻ എൻ്റെ മുഴുവൻ ധൈര്യവും സംഭരിച്ച് മുട്ടുകുത്തി എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ വഴിയിലൂടെ നടന്നു. പെനി എന്നോടൊപ്പം ചേർന്ന് നിന്നു. ഇപ്പോഴും അവൾ ചുറ്റും ജാഗ്രതയോടെ നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് അവൾ ഒന്ന് ശാന്തമായത്. ഞാൻ വേഗം വീട്ടിലേക്ക് നടന്നു. എൻ്റെ ഓരോ ചൂടിലും അവൾ എന്നോടൊപ്പം ചേർന്ന് തന്നെ നടന്നു. കാട്ടിൽ കളിച്ചിട്ട് വരുന്ന എൻ്റെ ദേഹത്ത് ചെളിയും ചെറിയ പോറലുമൊക്കെ എൻ്റെ വീട്ടുകാർ സ്ഥിരം കാണാറുള്ളതായിരുന്നു. എന്നാലും എന്താ നടന്നതെന്ന് എനിക്ക് അവരോട് പറയേണ്ടി വന്നു. പെനിക്ക് സംഭവിച്ചതും ഞാൻ അവരോട് പറഞ്ഞു. അവസാനം ഞങ്ങളെല്ലാവരും അവൾ മറ്റേതെങ്കിലും നായയെ അല്ലെങ്കിൽ മലയാടുകളെയോ കണ്ടിട്ടാവും അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം അവിടെ വിട്ടു. രണ്ടാമത്തെ അനുഭവം എനിക്കുണ്ടായത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ 15ാമത്തെ വയസ്സിലാണ്. ആ ഒരു സമയത്ത് ഞാൻ അധികമൊന്നും പുറത്തിറങ്ങാറില്ലായിരുന്നു. കാരണം ഞാൻ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് മുഴുകിയിരുന്നു. എനിക്ക് അതിലൂടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമൊക്കെ സംസാരിക്കണമായിരുന്നു. ആ ഒരു കാര്യം എന്നെ ശരിക്കും എക്സൈറ്റഡ് ആക്കി. അന്നൊരു ശനിയാഴ്ച എന്തോ കാരണത്താൽ ഇൻ്റർനെറ്റ് കട്ടായി. അതിനാൽ എനിക്ക് നല്ല ദേഷ്യം വന്നു. ആ ദേഷ്യം ഞാൻ എൻ്റെ വീട്ടുകാർക്ക് നേരെ തീർത്തു. എന്തിനാ ഇങ്ങനൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് വന്ന് താമസിക്കുന്നതെന്ന് ചോദിച്ച് കുറേ ബഹളമുണ്ടാക്കി. എന്നിട്ട് മറ്റേതൊരു കൗമാരക്കാരനും ചെയ്യുന്നത് പോലെ വീട്ടിൽ നിന്നും ദേഷ്യത്തിൽ പുറത്തിറങ്ങി. അവർ എൻ്റെ പുറകെ വന്ന് എന്നെ നോക്കി റോഡിലേക്ക് വരുമെന്ന് അറിയാവുന്ന ഞാൻ മറുവശത്തുള്ള കുന്നിൻ ചെരുവിലേക്ക് നടന്നു. പതുക്കെ എൻ്റെ ദേഷ്യവും നിരാശയുമെല്ലാം കുറഞ്ഞ് ഇല്ലാണ്ടായി. ശേഷം എൻ്റെ മുന്നിലുള്ള കാഴ്ച കണ്ട് എൻ്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു. മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. നടക്കുന്നതിൻ്റെ മഹത്വം ഞാൻ മറന്നുപോയിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ആ കുന്നും മലയുമൊക്കെ ഒന്ന് കയറിക്കാണാം എന്ന് തീരുമാനിച്ചു. ആ ഒരു പ്രായമായപ്പോഴേക്കും എനിക്ക് ആ പ്രദേശം മുഴുവൻ മറ്റാരേക്കാളും നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് പാതിരാത്രിയാണെങ്കിലും തിരിച്ച് വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ഒരു കുന്നിൻ്റെ മുകൾ വരെ കയറി. പിന്നീട് അവിടുന്ന് താഴേക്കിറങ്ങി അടുത്ത കുന്നിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കാലാവസ്ഥ അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു.
തിരിച്ചു നടക്കുന്ന വഴിയിൽ മൂടൽമഞ്ഞും മേഘങ്ങളും കൂടിച്ചേർന്ന ഒരു വിചിത്ര സംയോജനം അവിടെ ആകെ പരന്നു. അതെൻ്റെ മുന്നോട്ടുള്ള കാഴ്ചയെ മുഴുവൻ മറച്ചു. ആ ഒരു സമയത്ത് എനിക്കെന്തോ ഒരു പന്തിയല്ല എന്ന് തോന്നി തുടങ്ങി. എൻ്റെ നട്ടലിൽ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. എൻ്റെ ഉറച്ച കാലടികൾ പതറിത്തുടങ്ങി. ഞാൻ അതിവേഗത്തിൽ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. എൻ്റെ ചുറ്റുമുള്ളതെല്ലാം ഇപ്പോൾ മറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും ഭയപ്പെടുത്തിയ അനുഭവമായിരുന്നു അത്. ഞാൻ സംശയിക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള സംശയം. ഞാൻ എവിടെയാണ് എന്നുള്ളതിൽ ഒരു അവ്യക്തമായ ഊഹമെനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നിടത്ത് തന്നെയാണോ ഞാൻ നിൽക്കുന്നത് എന്ന് ഞാൻ സംശയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രദേശം മുഴുവൻ എനിക്കറിയാം. പക്ഷേ ഈ ഒരു നിമിഷം ഞാൻ എവിടെയാണെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഞാനിവിടെ ആദ്യമായി വരുന്നത് പോലെ തോന്നി. ഞാൻ പരിഭ്രാന്തനാവാൻ തുടങ്ങി. എൻ്റെ ചുറ്റും ആകെ നിശബ്ദമായി. എനിക്കാകെ എൻ്റെ ഹൃദയമിടിപ്പ് മാത്രമാണ് കേൾക്കാൻ സാധിച്ചത്. എനിക്ക് കൃത്യമായി ശ്വാസമെടുക്കാൻ സാധിക്കുന്നില്ല. ഉള്ളിലേക്ക് വളരെ കുറച്ച് ശ്വാസം എടുത്തതിന് ശേഷം പുറത്തേക്ക് കൂടുതൽ വായു വിടുന്നു. ഞാൻ കുട്ടിക്കാലത്ത് ഓടിക്കളിച്ച സ്ഥലത്തല്ലായിരുന്നു ഞാനപ്പോൾ. എനിക്കറിയാത്ത, പുറത്ത് കിടക്കാനാവാത്ത മറ്റേതോ സ്ഥലത്തായിരുന്നു ഞാൻ. മലയോര പ്രദേശങ്ങളിൽ ആൾക്കാർക്ക് വഴിതെറ്റുന്നതൊക്കെ സർവ്വസാധാരണമാണ്. ആൾക്കാർ വരും, എവിടെയെങ്കിലും വീഴും, പരിക്ക് പറ്റും, സഹായമൊന്നും ലഭിക്കാതെ അവിടെ കിടക്കും. ആൾക്കാർ ഇവിടെ വന്ന് ചതുപ്പിലും കുറ്റിക്കാട്ടിലും പെട്ടുപോകും, പുറത്ത് കിടക്കാനാവാതെ. ഇതൊരു സത്യമാണ്. ഇവിടെ വരുന്ന അനേകം സഞ്ചാരികളെ കാണാതാവുന്നത് കുറേ കണ്ടിട്ടുണ്ട്. ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന കാപ്പിക്ക് കണക്കില്ല. ആ ഒരു നിമിഷം എനിക്ക് തോന്നി, എനിക്കിനി ഒരിക്കലും വീട്ടിലെത്താൻ സാധിക്കില്ല എന്ന്. ഞാൻ കരഞ്ഞുകൊണ്ടോടി. എൻ്റെ കണ്ണീരാണോ എന്നെ കാഴ്ച മറയ്ക്കുന്നത്, അതോ മൂടൽമഞ്ഞിൻ്റെ കട്ടിയാണോ എന്നുപോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എവിടേക്കാണ് ഓടുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി വേഗത്തിൽ ഞാൻ ഓടി. എനിക്ക് തണുത്ത് വിറച്ച് ചുരുണ്ടുകൂടി കിടന്ന് മരിച്ച ഒരാൾ ആവണ്ടായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ ഓടി ആൾതാമസമുള്ള ഒരു താഴ്വരയിൽ ചെന്ന് എത്തുമെന്ന്. പക്ഷേ ഈ ഒരു കാര്യം ഞാനിപ്പോൾ ഏത് കുന്നിലാണ് ഉള്ളതെന്ന് അനുസരിച്ചിരിക്കും. താഴേക്ക് ഓടുമ്പോൾ എൻ്റെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ വീഴാതെ ഓടാൻ ശ്രമിച്ചു. പക്ഷെ അവസാനം ഞാൻ വീണു. വീണതും ഞാൻ അലറിക്കരയാൻ തുടങ്ങി. വീണ വീഴ്ചയിൽ എൻ്റെ മുഖം ചെന്ന് കട്ടിയുള്ള എന്തിലോ ഇടിച്ചു. ആ വേദനയിൽ ഞാൻ വീണ്ടും കരഞ്ഞു. മുഖമടിച്ച് വീണ നേരത്ത് എൻ്റെ മുഖത്ത് എന്തോ ചൂടുള്ള ഒട്ടിപ്പിടിക്കുന്ന പദാർത്ഥം പറ്റി. അത് ഞാൻ തുടച്ചു നോക്കി. എന്തിൻ്റെ മേലാണ് ഞാൻ വീണതെന്ന് നോക്കാനായി. എൻ്റെ കാഴ്ച ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഞാൻ സ്റ്റോൺഹെഞ്ചിൻ്റെ ഒരു കല്ലിൽ തട്ടിയാണ് വീണതെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കുറേ തവണ വന്നിട്ടുള്ള എനിക്കറിയാവുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഇവിടെ നിന്നും വീട്ടിലേക്കുള്ള വഴി എനിക്ക് മനഃപ്പാടമായിരുന്നു. ശേഷം ഞാൻ അവിടുന്ന് വീട്ടിലേക്കുള്ള പാതയിലേക്ക് ധൈര്യമായി കരഞ്ഞുകൊണ്ട് ഇഴഞ്ഞു നീങ്ങി. നടപ്പാതയിലേക്ക് കയറിയ ഞാൻ കുറച്ച് നല്ല ഭാഗം എത്തുന്നത് വരെ താഴെ ഇരുന്നിഴഞ്ഞാണ് നീങ്ങിയത്. കാരണം എനിക്ക് എണീറ്റ് എൻ്റെ ചുറ്റുമുള്ള മഞ്ഞാൽ മൂടപ്പെട്ട ലോകത്തെ നോക്കാൻ ഭയമായിരുന്നു. ശേഷം ഞാൻ എങ്ങനെയോ എണീറ്റ് കാട്ടിലെ ഒരു മൺപാതയിലേക്ക് കയറി. എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ എൻ്റെ വീട്ടുകാർ എന്നെപ്പറ്റി ഓർത്ത് ഒരുപാട് ഭയന്നിരുന്നു. അവർ എന്നെ വേഗം തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ മുറിവുകൾ അത്ര വലുതൊന്നും അല്ലെങ്കിലും വീണ വീഴ്ചയിൽ തല പൊട്ടി കുറേ രക്തം പോയിരുന്നു. നെറ്റിയിൽ സ്റ്റിച്ചിടേണ്ടി വന്നു. എൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞത് മുകളിൽ വെച്ച് പരിഭ്രാന്തനായി ഓടിയപ്പോൾ തട്ടി വീണ് എന്നാണ്. കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഞാൻ മുകളിലേക്ക് പോകുന്നത്, അതിൻ്റെ ആയിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാമായിരുന്നു അത് അങ്ങനെയല്ല എന്ന്. എനിക്കത് മറ്റുള്ളവരോട് എങ്ങനെ പറയണമെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു. എൻ്റെ ഒപ്പം എന്നെ പിന്തുടർന്ന് ആരോ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു. മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മൂടൽമഞ്ഞായിരുന്നു അത്. അതെൻ്റെ തലയ്ക്കുള്ളിൽ കയറി എൻ്റെ കാഴ്ച മറച്ചു വെച്ച് എങ്ങോട്ടോ കൊണ്ടുപോകാൻ ശ്രമിച്ചതുപോലെ. അതിനുശേഷം ഞാൻ തനിച്ച് കുന്നിൻ്റെ മുകളിൽ പോയിട്ടില്ല. കുറച്ച് വർഷം എൻ്റെ നായയെങ്കിലും കൂടെ കൂട്ടിയിരുന്നു. അന്നത്തെ സംഭവം എന്നെ ശരിക്കും ഒന്ന് കുലുക്കി. ഞാൻ അവസാനമായി കുന്നിൻ്റെ മുകളിൽ കയറിയത് ആ സംഭവത്തിന് ഒരു വർഷത്തിന് ശേഷമാണ്, എൻ്റെ 16-ാം വയസ്സിൽ. അപ്പോഴേക്കും അന്ന് നടന്നതൊക്കെ ഞാൻ മറന്നിരുന്നു. അതൊക്കെ കൂടുതൽ യുക്തിപരമായി ഞാൻ സ്വയം വിശദീകരിച്ചു. അന്നെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വീട്ടിൽ വന്നിരുന്നു. ഞാൻ രാത്രി വൈകിയും ഓരോ കാര്യങ്ങൾ പറഞ്ഞും ഉള്ള ഭക്ഷണം എല്ലാം കഴിച്ചും അങ്ങനെ ഇരുന്നു.
പിറ്റേ ദിവസം വീട്ടിലിരുന്ന് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങളൊരു കുന്നിൻ്റെ മുകളിലേക്ക് കയറാൻ പ്ലാനിട്ടു. ശേഷം ഞാൻ എൻ്റെ സുഹൃത്ത് ലെസ്ലിയെ ഞാൻ വീണ് തലപൊട്ടിയ സ്ഥലവും പൊട്ടിപ്പൊളിഞ്ഞ കല്ലറയും എല്ലാം കാണിച്ചു കൊടുത്തു. അങ്ങനെ കുറേ മണിക്കൂറുകൾ അവിടെ ചിരിച്ചും കളിച്ചും കറങ്ങി നടന്നു. സമയം പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. അങ്ങനെ സന്ധ്യ ആവുന്നതിന് മുന്നേ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അവിടെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മൂടൽമഞ്ഞ് മൂടാൻ തുടങ്ങി. ഞാൻ ദീർഘനിശ്വാസം എടുത്ത് എൻ്റെ വികാരങ്ങൾ അടക്കി നിർത്താൻ ശ്രമിച്ചു. പക്ഷേ കുറച്ചു നേരത്തിന് ശേഷം ലെസ്ലി ഭയപ്പെടാൻ തുടങ്ങി. നിനക്ക് ഉറപ്പാണോ നമ്മളിപ്പോൾ ശരിയായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന്? അതെ, ഞാൻ ആത്മവിശ്വാസത്തോടെ മറുപടി പറഞ്ഞു. നടക്കുന്നതിനിടയിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഞങ്ങൾ പരസ്പരമൊന്നും മിണ്ടിയില്ല. ഇതെന്താ ഇത്ര സമയം എടുക്കുന്നേ? ലെസ്ലി വീണ്ടും ചോദിച്ചു. നിനക്ക് ഉറപ്പുണ്ടോ നമ്മളിപ്പോൾ എവിടെയാണെന്ന്? ഞാൻ തലയാട്ടി. ഇത് കണ്ടിട്ട് എങ്ങനെ നിനക്ക് പറയാൻ കഴിയും? വെളുപ്പ് നിറത്തിൽ മൂടിക്കിടക്കുന്ന അന്തരീക്ഷം ചൂണ്ടിക്കൊണ്ട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു. എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞാനും എൻ്റെ ഒരു ഊഹം വെച്ചാണ് ഇത്രയും ദൂരം നടന്നത്. ലെസ്ലിക്ക് അറിയാമായിരുന്നു എനിക്ക് ഇതേ സ്ഥലത്ത് വെച്ച് ഒരു തവണ വഴിതെറ്റി പോയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവളിലും ഭയം കൂടി തുടങ്ങി. ഞാൻ ചുറ്റുമൊന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് ചുറ്റും ആകെ മൊത്തത്തിൽ വെളുപ്പ് നിറം മാത്രമാണ്. അപ്പോഴായിരുന്നു ഞാൻ ആ മഞ്ഞിൻ്റെ ഇടയിൽ മറ്റെന്തിനെയോ കൂടി കണ്ടത്. ഞാൻ ലെസ്ലി ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവളും ആ രൂപത്തെ കണ്ടുവന്ന്. വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ല. പക്ഷെ കണ്ടിട്ട് ഈ കാലാവസ്ഥയിൽ വഴി മനസ്സിലാവാതെ നിൽക്കുന്ന ഒരാളെപ്പോലെ തോന്നി. ഞാനൊന്ന് നെടുവീർപ്പെട്ടു. ഞാൻ അയാളെപ്പോയി നമ്മുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ഒരുമിച്ച് താഴേക്ക് ഇറങ്ങാമെന്ന് ലെസ്ലിയോട് പറയാൻ വന്നതും ലെസ്ലി ആദ്യം സംസാരിക്കാൻ തുടങ്ങി. നോക്ക്, നമുക്കെന്തുകൊണ്ട് അയാളോട് വഴി ചോദിച്ചുകൂടാ? അത് കേട്ട് ഒരു പുച്ഛഭാവത്തിൽ ഞാൻ ചിരിച്ചു. അയാൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. അയാളേതോ ടൂറിസ്റ്റാണ്. അവൾ വളരെ ദേഷ്യത്തിൽ എന്നെ ഒന്ന് നോക്കി. നീ എന്തായി പറയുന്നേ? അയാളെ കണ്ടിട്ട് നമ്മളെക്കാൾ വഴിയറിയാമെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കൽ കൂടി ആ രൂപത്തിനെ നോക്കി. അത് എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. നോക്ക്, അയാൾ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് അയാളോട് വഴി ചോദിക്കണം. ലെസ്ലി ആ രൂപത്തിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. നിൽക്ക്, ഞാൻ അവളുടെ കൈകീറി പിടിച്ചു. എന്താ? ഞാൻ പതിഞ്ഞ സ്വരത്തിൽ അവളോട് ചോദിച്ചു. അത് അവിടെ നിൽക്കുന്ന ആ സാധനം, അത് എഴുന്നേറ്റാണോ നിൽക്കുന്നത്? ലെസ്ലി അതിനെ ഒന്നുകൂടി നോക്കി. ശേഷം എന്നെ നോക്കി കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് പറഞ്ഞു, അതെ. ഞാനും ഒരിക്കൽ കൂടി ആ രൂപത്തെ നോക്കി. അത് താഴെ വീണ് തപ്പി തടയുന്നതാണ് ഞാൻ കണ്ടത്. നമുക്കിവിടുന്ന് ഇപ്പോൾ തന്നെ പോയേ പറ്റൂ. എന്താ? ഞാൻ ശബ്ദം കുറച്ചു. നീ എൻ്റെ കൂടെ പതിയെ പുറകിലേക്ക് വാ. ഓ എൻ്റെ പൊന്നെ, ഞാൻ അയാളോട് നമ്മൾ നേരായ വഴിയാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ട് വരാം. ഞാൻ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി. പക്ഷേ അവളെൻ്റെ പിടുത്തം തട്ടിമാറ്റി എന്നെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കി. ശേഷം അവൾ ആ രൂപത്തിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ പോകുന്നത് ഞാൻ കണ്ടു. ശേഷം മെല്ലെ അവളും ആ രൂപവും എൻ്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. ഒരു 10 മിനിറ്റ് ഞാൻ അവളെ കാത്തു നിന്നു. ശേഷം ഞാൻ തിരികെ വീട്ടിലേക്ക് മടങ്ങി. തിരികെ വീട്ടിലെത്തിയ ഞാൻ വീട്ടുകാരോട് ലെസ്ലിയെ കാണാനില്ല എന്ന് പറഞ്ഞു. അവർ ഒരു സെർച്ച് ടീമിനെ വിളിച്ചു. എനിക്കറിയില്ലായിരുന്നു ഞാൻ കണ്ട രൂപത്തെക്കുറിച്ച് അവരോട് പറയണോ വേണ്ടയോ എന്ന്. കാരണം ഞങ്ങൾ രണ്ടുപേരും 2 വ്യത്യസ്ത കാഴ്ചകളായിരുന്നു കണ്ടത്. പക്ഷേ എന്നിരുന്നാലും പോലീസിനോട് ഞാൻ കണ്ട കാര്യം പറഞ്ഞു. പക്ഷേ അവർ എന്നെ വിശ്വസിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. എല്ലാറ്റിനുമുപരി കുറേ പേർ മുകളിലേക്ക് പോകും. പക്ഷേ അവരിലെല്ലാവരും താഴേക്ക് വരണമെന്നില്ല. അതാണ് സത്യം. പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വെറും നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ശരിയാണ്, ആക്സിഡൻറ്റ് സംഭവിക്കും. പക്ഷേ എനിക്കുണ്ടായ ആ 3 അനുഭവങ്ങൾ അതെല്ലാം ഒരേപോലെ ഉള്ളവയായിരുന്നു. 3 വട്ടവും എന്നെ കാഴ്ച മറച്ചുകൊണ്ട് ചുറ്റും മൂടപ്പെടുന്ന ആ മഞ്ഞ്, അതിൽ എന്തോ ഒരു പന്തികേട് ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആ രൂപം ഒരേ സമയം ഏതാണ്ട് 2 ഭാവത്തിലായിരുന്നുവെന്ന്. എൻ്റെ കാഴ്ചപ്പാടിൽ വഴിതെറ്റി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു ടൂറിസ്റ്റ്. ലെസ്ലി പറഞ്ഞത് അവൾ കണ്ടത് വഴി അറിയാമെന്ന് തോന്നിപ്പിക്കുന്ന ആത്മവിശ്വാസമുള്ള, ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ആളാണ്. പക്ഷെ ഞങ്ങൾ 2 പേരുടെയും കാഴ്ചയിലും അത് അതിൻ്റെ അടുത്തേക്ക് പോവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു. ഭാഗ്യവശാൽ ഞാൻ പോയില്ല, ലെസ്ലി പോയി. ലെസ്ലിയെ പിന്നീട് ആരും കണ്ടെത്തിയില്ല. അതിനുശേഷം പിന്നീട് ഒരിക്കലും ഞാൻ അവിടേക്ക് പോയിട്ടുമില്ല.